വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം കമന്റ് ചെയ്യുക. ഇന്നലത്തെ ലൈവില് നൈറ്റ് ടൈമിൽ കുറേ ടൈമത്തേക്ക് ഒരു ടാസ്ക് അവർ ചെയ്തുകൊണ്ടിരുന്നു. അതായത് 4 ടാസ്കുകളായിരുന്നു, 7 പേരായിരുന്നു. ആ 7 പേര് ഒനീല്, ബിന്നി, അക്ബർ, ആര്യൻ, റെന ഫാത്തിമ, ഷാനവാസ്, അനീഷ്, ഈ 7 പേര്. ഈ 7 പേരിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചത് ആരാണ്? റെന ഫാത്തിമയാണ് ഗെയിം കളിച്ചതെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും പറയണം. ആ ഒരു ദേഷ്യമൊന്നും കാണിക്കരുത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഗെയിം കളിച്ചത് ആരാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. ഇന്നലത്തെ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ലൈവില് രാത്രി ആരും തന്നെ അവർ ഉറങ്ങിയിട്ടില്ല. അതായത് ആ 7 പേർ, ജിസേലിന്റെയും നെവിന്റെയും അടിമകളായിട്ടുള്ള 7 പേർ ആരും തന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നന്നായിട്ട് എല്ലാവരും ഗെയിം കളിച്ചു. എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 4 പേർക്ക് മാത്രമേ അറ്റ് എ ടൈം ആ ഗെയിം കളിക്കാൻ കഴിയൂ. ബാക്കി എല്ലാവർക്കും മാറിയിരിക്കാനേ കഴിയൂ. അപ്പോൾ അത്തരത്തിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് എഫേർട്ട് എടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറയാലോ, ഞാൻ ആ ഗെയിം കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടിട്ടില്ല. കാരണം ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങണ്ടേ, ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അനീഷിനെ ഇവർ ഈ പറയുന്നത്, അതായത് ഇപ്പൊ എല്ലാവരും ഷാനവാസ്, ആര്യൻ, ഇതെല്ലാവരും നെവിന്റെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. റെന, ഒനീല്, അക്ബർ, ഇവരെല്ലാവരും പറയുന്നു അക്ബർ ഗെയിം നന്നായിട്ട് പെർഫോം ചെയ്തില്ല, അനീഷ് ഫുൾ ടൈം അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു, അപ്പൊ അനീഷ് നന്നായിട്ട് കളിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായി എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ശരിക്കും നമുക്ക് ക്യാമറയിൽ എന്തായാലും നെവിൻ അത് കാണാൻ കഴിയും. ഏതായാലും ഈ പറയുന്ന രാജാവായിട്ടുള്ള നെവിൻ ഉണ്ടല്ലോ, സാറേ മേഡം എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നെവിൻ സാർ ചോദിക്കുകയാണ്, നിങ്ങൾ കളിച്ചോ, നിങ്ങൾ എത്രയൊക്കെ എഫേർട്ട് എടുത്തു എന്നൊക്കെ. ശരിക്കും പറഞ്ഞ ആ ഒരു വൃത്തികെട്ട രാജഭരണവും വൃത്തികെട്ട കുറച്ച് ഭരണ രീതികളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അനീഷ് ആണെങ്കിൽ മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ മുതലേ ലൈവിൽ നമ്മൾ കണ്ടതാണ്. നെവിന്റെ കൂടെ നിഴൽ പോലെ നെവിനെയിട്ട് ഒരു നമ്മൾ പറയാറില്ലേ കൊട്ടാരം വിദൂഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പഴയ കുഞ്ചൻ നമ്പ്യാരുടെ ഒക്കെ കാലത്താണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരൊക്കെ അടിപൊളിയാണ്. ആ കുഞ്ചൻ നമ്പ്യാരെ പോലെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ നെവിന്റെ അടുത്ത് അനീഷ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ പറഞ്ഞു തരാനുള്ള ആ ഒരു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റാതെ പോകുന്നത്. അനീഷ് ഒരു നല്ല മാസ്റ്റർ പ്ലാനിൽ തന്നെയാണ്. അനീഷ് ഗെയിം വിട്ടു പോയിട്ടില്ല. അനീഷ് ഈ പറയുന്ന സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ആ ഒരു ഗെയിമിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആ ഒരു ഗെയിം, അതായത് ആ ഒരു ടാസ്കുകൾ, കൊച്ചു കൊച്ചു ടാസ്കുകൾ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിനകത്ത് അനീഷ് ഇത്ര പെർഫോം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ഈ പറയുന്ന പലരെക്കാട്ടിയും അനീഷിന്റെ പെർഫോമൻസ് താഴെയായിരുന്നു. ഓഫ് കോഴ്സ്. അത് മാത്രമല്ല, ആര്യന്റെ ഒക്കെ വിറളി പിടിച്ചൊരു സ്വഭാവം ഉണ്ടല്ലോ, അനീഷ് അങ്ങോട്ട് മാറിയുന്നേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അനീഷ് പോയി കിടക്കുന്നുണ്ട്, അവരെല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് എല്ലാവരുടെ കൂട്ടം കൂടി അനീഷിനെ ഒരുപാട് ടോർച്ചർ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത് അത്രയും അതിന്റെ ആവശ്യമുണ്ടോ? അനീഷ് ഒരു കോമണർ ആയതുകൊണ്ടും ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ടും തന്നെയാണ് ആര്യൻ അനീഷിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് പലതവണയായിട്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിന്റെ പണത്തിന്റെ ഹുങ്കൊന്നും എന്നോട് കാണിക്കേണ്ട, നീ ഒരു പണക്കാരനാണ് എന്നൊക്കെ അനീഷ് ആര്യനെ പറയേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ആര്യൻ അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് തെറ്റെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അത് പറയേണ്ട കാര്യമുണ്ടോ? ഇത് ഗെയിം അല്ലേ? ഷാനവാസ് അവിടെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഗെയിമിന്റെ കാര്യം പറയുമ്പോൾ പണത്തിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അവരുടെ പെരുമാറ്റമാണ്. ആര്യന് തീരെയും അനീഷിന് ഇഷ്ടമല്ല. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ, വലിയ ലുക്കൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ, സംസാരത്തിലൊക്കെ ഈ റെപ്പറ്റീഷൻസും പിന്നെ അതുപോലെ സംസാരിക്കുമ്പോൾ വളരെയധികം അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ആര്യന് അനീഷ് എന്ന് പറയുന്നത് എന്തോ ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ്. ഇന്നും ആര്യൻ ആ അനീഷിന്റെ നേരെ കുതിര കയറാൻ ചെല്ലുകയാണ്. എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട്. അക്ബർ ഒക്കെ അനീഷിനെതിരെ പറയുന്നുണ്ട്. അനീഷിനെതിരെ പറയുന്ന ഒരു കാര്യം, അനീഷ് ടാസ്കുകളൊന്നും നന്നായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. കാരണം എന്ന് വെച്ചാൽ ആ പറയുന്ന ആ ഒരു നട്ടൊക്കെ എടുത്ത് അടുക്കി വെക്കുക, കുപ്പികൾ അടുക്കി കൊട്ടാരം പണിയുക, കപ്പ് എടുത്ത് കൊട്ടാരം പണിയുക, ഈ പറയുന്ന കാര്യം, ആ കുപ്പി എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് നേരെ വെക്കണം, അതായിരുന്നു ഗെയിം. ഈ പറയുന്ന ഗെയിം ചിലപ്പോൾ അനീഷിന് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കോൺസെൻട്രേഷൻ കിട്ടി ചെയ്യുന്ന ഒരു നന്നായിട്ട് എബിലിറ്റി ഉള്ളൊരു ഗെയിമാണ്. നമ്മുടെ ബിന്നിയൊക്കെ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, അതൊക്കെ ഓക്കെ. പക്ഷെ അതിന്റെ പേരിൽ അനീഷിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ടാസ്ക് ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് പണിപ്പുര ടാസ്ക് നടന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ എടുത്തോ അത്രയും സാധനത്തിന്റെ വില അനുസരിച്ച്, പോയിന്റ് അനുസരിച്ച് 20,000-ന് മുകളിൽ അവരെടുത്തത് കൊണ്ട് അത്രയും വലിയൊരു ടാസ്ക് ആണ് അവർ ചെയ്യേണ്ടത്. ഈ 7 പേര് ചേർന്ന്, അതായത് സ്വേച്ഛാധിപതികളുടെ അടിമകളായിട്ടുള്ള 7 പേര് ചേർന്ന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ ഒരു ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ശിക്ഷ എന്താണ്? നെവിനും ജിസേലും കൂടെ ചേർന്ന് ഈ 7 പേരിൽ നിന്ന് പലരെയും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും.
വീക്കെൻഡ് എപ്പിസോഡ്, ഓണത്തിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ലാലേട്ടനെ കാണിക്കാതെ മാറ്റി നിർത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് ഇത് സീസൺ 7 ആണ്, 7ന്റെ പണിയാണ്. ബിഗ് ബോസ് ആണ് ഇവിടെ ഭരണം നടത്തുന്നത്. ബിഗ് ബോസിന്റെ ഒരു സ്വഭാവം ഈ സീസണിൽ വളരെ വ്യത്യസ്തമാണ്. ബിഗ് ബോസിന് തോന്നുമ്പോൾ തോന്നിയത് പറയും. ആ പറഞ്ഞ കാര്യം ബിഗ് ബോസിന് മാറ്റി പറയാൻ കഴിവുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ആണെങ്കിൽ എല്ലാവരെയും കൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള സാധനം പണിപ്പുരയിൽ നിന്നെടുത്ത് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് തരികയാണ്, എനിക്കിപ്പോൾ നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ സന്തോഷം വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പണിപ്പുരയിൽ നിന്ന് ബിഗ് ബോസ് സാധനങ്ങൾ എടുപ്പിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ജിസേല് ആ അനുമോളുടെ സാധനം വലിച്ചെറിയുന്ന സമയത്ത് പോലും നമ്മളത് നോക്കിയിരിക്കുകയാണ്, ഇതിനകത്തൊക്കെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. നല്ല ശിക്ഷയാണ് ഇവർക്ക് എല്ലാവർക്കും ബിഗ് ബോസ് കൊടുത്തത്. അത് ബിഗ് ബോസ് കൊടുത്ത ശിക്ഷയാണ്. ഇന്നലത്തെ രാത്രി ഒരുത്തന്മാർക്ക് നന്നായിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. ഇതിനകത്ത് ലോക്കായി പോയി. അതിൽ നിന്ന് ആ ഒരു ടാസ്ക് ഏരിയയിൽ നിന്ന് പുറത്ത് കടക്കാൻ പോലും കഴിയാതെ ഫുഡ് വരെ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ? അപ്പോൾ ബിഗ് ബോസ് ഇവിടെ ഗെയിം കളിക്കുകയാണ്. ഈ മത്സരാർത്ഥികളും ബിഗ് ബോസും തമ്മിലാണ് ഇവിടുത്തെ യുദ്ധം. അതാണ് അവർക്ക് മനസ്സിലാകുന്നില്ല. ആ ഗെയിമേ അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അതിലാണ് മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്പാനിയും സ്വേച്ഛാധിപതികളായിട്ടുള്ള ഈ പറഞ്ഞ 2 പേരും തമ്മിൽ മത്സരിക്കണമായിരുന്നു. പക്ഷെ അപ്പാനിയൊക്കെ ആണെങ്കിൽ ഗെയിമേ അറിയാത്ത കണക്ക് എന്തൊക്കെയോ കാണിക്കുകയാണ്. പിന്നെ അനീഷിന്റെ ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് ക്ലെവർ ആയിട്ട് ഫീൽ ചെയ്തു. അനീഷ് നൈസിന് ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ സ്വേച്ഛാധിപതികളെയൊക്കെ ഭയങ്കരമായിട്ടും പുകഴ്ത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ അനീഷിന്റെ ഉള്ളിലൊരു ഗെയിം ഉണ്ട്. ഇതിങ്ങനെ നിന്നിട്ട് അനീഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അധ്യാപകർ പറയുന്നത് അതുപോലെ അനുസരിക്കും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അനീഷിൻ്റെത്. അപ്പോൾ അനീഷിനെ നമുക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാം. ബാക്കി അനീഷിന്റെ ഒരു ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ഗെയിം, അതായത് ആ ടാസ്കുകൾ നന്നായിട്ട് കണ്ടിട്ട് നിങ്ങൾ മുഴുവനായിട്ട് ലൈവ് കണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അനീഷ്, റെന, അക്ബർ, ഷാനവാസ്, ആര്യൻ, ഒന്നീൽ, ബിന്നി, ഈ 7 പേര് എങ്ങനെയാണ് പെർഫോം ചെയ്തത്, അവരിൽ നിങ്ങൾക്ക് എത്ര റാങ്ക് കൊടുക്കാൻ സാധിക്കും, അത് നിങ്ങൾ ആദ്യം ഒന്ന് പറയുക. അത് നിങ്ങൾ കമന്റിൽ മസ്റ്റായിട്ടും പറയുക. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയുക. സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.